Dear students, welcome to the next video lecture on circuits and networks. I am Deepak Videv from Vidya Academy of Science and Technology. In today's video, I will be discussing the topic that is interconnection of two-port networks. Okay, so this will be our last topic in the module 5, and there is another topic TPI, that is star delta transformation. We already discussed it in the set parameter problems. So the interconnection, this will be the last topic in the module. The first connection we are going to discuss is series connection. So എന്താണ് ഈ സീരീസ് കണക്ഷൻ? നിങ്ങൾ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ് എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്കും വൈ എന്ന് പറയുന്ന വേറൊരു ടു പോർട്ട് നെറ്റ്വർക്കും അത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് രണ്ട് സർക്യൂട്ടിൻ്റെയും അല്ലെങ്കിൽ രണ്ട് നെറ്റ്വർക്കിൻ്റെയും ഇൻപുട്ട് കറണ്ടുകൾ സെയിം ആയിരിക്കണം, ഔട്ട്പുട്ട് കറണ്ടുകളും സെയിം ആണെങ്കിൽ ദേ ആർ സെറ്റ് ടു ബി ഇൻ സീരീസ് കണക്ഷൻ. ഇപ്പോൾ നോക്കുക, നമ്മുടെ ഫസ്റ്റത്തെ നെറ്റ്വർക്ക് എക്സ് എന്ന് പറയുന്ന നെറ്റ്വർക്ക് മാത്രം നോക്കുക. അതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് ആണ് ഇവിടെ എന്ത് കാണിച്ചിട്ടുള്ളത്? V1x ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് എന്തായിട്ട് കാണിച്ചത്? V2x ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അതിലേക്ക് വരുന്ന കറണ്ട് I1x കാണിച്ചിട്ടുണ്ട്, ഔട്ട്പുട്ട് കറണ്ട് I2fx കാണിച്ചിട്ടുണ്ട്. ഒരു നെറ്റ്വർക്കിലേക്ക് എൻ്റർ ചെയ്യുന്ന കറണ്ട് തന്നെയാണ് ലീവ് ചെയ്യുന്ന കറണ്ടും. സോ ഇത് I1x ആണെങ്കിൽ ഇങ്ങോട്ട് പോയി പുറത്തേക്ക് വരുന്നത് എന്ത് തന്നെയായിരിക്കും? I1x ആയിരിക്കും. അതേപോലെ I2x ഇവിടേക്ക് വരുന്നു, അപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് വരുന്നത് എന്ത് തന്നെയായിരിക്കും? I2x ആയിരിക്കും. സോ I1x ഉണ്ട്, I2x ഉണ്ട്. അതേപോലെ സെക്കൻഡ് നെറ്റ്വർക്കിന് ഇതിലേക്ക് എൻ്റർ ചെയ്യുന്ന കറണ്ടിനെ നമുക്ക് എന്ത് പറയാം? അതിൻ്റെ ഇൻപുട്ട് കറണ്ട് ആയതുകൊണ്ട് I1 എന്ന് പറയാം. ആ കറണ്ട് തന്നെയാണ് ലീവ് ചെയ്യുന്നത്. I1 അടിയിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് മാത്രം. അതേപോലെ ഇതിലേക്ക് എൻ്റർ ചെയ്യുന്ന കറണ്ടിനെ നമുക്ക് എന്ത് പറയാം? I2 എന്ന് പറയാം. Y എന്ന് പറയുന്ന നെറ്റ്വർക്കിലേക്കുള്ള ഔട്ട്പുട്ടിലത്തെ കറണ്ടാണ് എന്ത്? I2y. അത് തന്നെയാണ് ഇവിടെ ലീവ് ചെയ്യുന്നതുമായിട്ടും നമുക്ക് കാണിക്കാം. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആകും. ഇങ്ങോട്ട് വരുന്നത് ഞാൻ പറഞ്ഞു I1 ആണ്, ഇങ്ങോട്ട് ലീവ് ചെയ്യുന്നതും I1 ആണ്. സെയിം കറണ്ട് തന്നെയാണ് ഇങ്ങോട്ട് പോകുന്നത്, നമ്മുടെ Y എന്ന് പറയുന്ന നെറ്റ്വർക്കിലേക്കും പോകുന്നത്. ദാറ്റ് മീൻസ് I1 I1 എന്താണ്? സെയിം ആണ്. ഓക്കെ, സോ അങ്ങനെ സെയിം ആയിട്ട് വന്നാൽ ഇപ്പോൾ ഇൻപുട്ടിലത്തെ രണ്ട് സർക്യൂട്ടിൻ്റെയും കറണ്ടുകൾ ഏതൊക്കെയാണ്? I1 I1 സെയിം ആണ്. അതേപോലെ ഔട്ട്പുട്ടിലത്തെ കറണ്ട് എക്സ് എന്ന് പറയുന്ന നെറ്റ്വർക്കിലത്തെ കറണ്ട് എന്താണ്? I2 ആണ്. അതേപോലെ Y എന്ന് പറയുന്ന നെറ്റ്വർക്കിൻ്റെ ഔട്ട്പുട്ട് കറണ്ട് എന്താണ്? I2 ആണ്. ഇത് രണ്ടും സെയിം ആയിട്ട് വന്നു. ഇൻപുട്ട് കറണ്ടുകളും ഔട്ട്പുട്ട് കറണ്ടുകളും സെയിം ആണെങ്കിൽ we can say that these two networks are connected in series. Okay, then സീരീസ് കണക്ഷൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വോൾട്ടേജുകൾ ടോട്ടലി ആഡ് ചെയ്യും. ടോട്ടൽ ഈ ഒരു നെറ്റ്വർക്ക് ഇത് രണ്ടും ചേർന്നിട്ടുള്ള ഇതൊരു സിംഗിൾ നെറ്റ്വർക്കാണെന്ന് വിചാരിക്കുക. ഓക്കെ, ആ രണ്ടും ചേർന്നിട്ടുള്ള നെറ്റ്വർക്കിൻ്റെ ഇൻപുട്ട് വോൾട്ടേജാണ് എന്ത്? V1 എന്ന് പറയുന്നത്. രണ്ടും ചേർന്നുള്ള നെറ്റ്വർക്കിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജാണ് എന്ത്? V2 എന്ന് പറയുന്നത്. ഇതിലേക്കുള്ള എൻ്റർ ചെയ്യുന്ന കറണ്ടാണ് എന്ത്? I1. അതേപോലെ ഔട്ട്പുട്ടിലത്തെ കറണ്ടാണ് എന്ത്? I2. ഓക്കെ, ഈ V1 എന്ന് പറയുന്ന ഇൻപുട്ട് കറണ്ട് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? അവിടെ V1 V1 ഈക്വൽ ആയിരിക്കും. ഇവിടെ V1 വരച്ചിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. ശരിക്കും ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. പ്ലസ് മൈനസ് അതിൻ്റെ ഇടയിൽ എന്ത് വരയ്ക്കണം? V1 എന്ന് വരയ്ക്കണം. ഓക്കെ, അതിൽ തെറ്റിയിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അതേപോലെ V2 ഇങ്ങനെയല്ല വരയ്ക്കേണ്ടത്. ഇവിടെ പ്ലസ്സും ഇവിടെ മൈനസും, അതിൻ്റെ ഇടയിൽ വേണം എന്ത് വരയ്ക്കാൻ? വോൾട്ടേജ് മാർക്ക് ചെയ്യാം. V2 മാർക്ക് ചെയ്യാം. ഓക്കെ, സോ ഇത് നോക്കിക്കഴിഞ്ഞാൽ വേറൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വോൾട്ടേജുകൾ തമ്മിലുള്ള റിലേഷൻ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഇവിടെ ഈ ഇൻപുട്ട് സൈഡിൽ നമ്മളൊരു KVL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ടോട്ടൽ വോൾട്ടേജാണ് V1. അതെന്ന് പറയുന്നത് എന്തായിരിക്കും? V1 V1 എന്തായിരിക്കും? ആഡ് ചെയ്യുന്നതിന് ഈക്വൽ ആയിരിക്കും. നമ്മൾ ജനറലി പറയില്ലേ, സീരീസ് സർക്യൂട്ടിൽ വോൾട്ടേജുകൾ ആഡ് ചെയ്യും. അതേപോലെ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇൻപുട്ട് വോൾട്ടേജ് V1 വിൽ ബി ഈക്വൽ ടു എന്താണ്? V1 പ്ലസ് V1. ഓക്കെ, അതേപോലെ ഔട്ട്പുട്ട് ഈ വോൾട്ടേജിൻ്റെയും ഇവിടുത്തെ വോൾട്ടേജ് V2 സമ്മായിരിക്കും എന്ത്? V2 എന്ന് പറയുന്നത്. സോ V2 ഇസ് ഈക്വൽ ടു എന്താണ്? V2 പ്ലസ് V2 എന്ന് പറയാം. ഓക്കെ, സോ ദീസ് ആർ ദ കണ്ടീഷൻസ്. ഈ കണ്ടീഷൻസാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ രണ്ട് നെറ്റ്വർക്കുകൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഈക്വലൻ്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഈ ടോട്ടൽ നെറ്റ്വർക്ക്, അതിൻ്റെ പാരാമീറ്റേഴ്സ്, സെറ്റ് പാരാമീറ്റേഴ്സോ വൈ പാരാമീറ്റേഴ്സോ എന്തോ ആവട്ടെ, അതെങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള കേസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.
ഓക്കെ, ശരിക്കും സീരീസ് കണക്റ്റഡ് ആയിട്ടുള്ള രണ്ട് നെറ്റ്വർക്കുകൾ സീരീസ് കണക്റ്റഡ് ആയിട്ട് ആണെങ്കിൽ ആ സീരീസ് കണക്ട് ചെയ്തുള്ള ടോട്ടൽ നെറ്റ്വർക്കിൻ്റെ അല്ലെങ്കിൽ എൻ്റയർ നെറ്റ്വർക്കിൻ്റെ സെറ്റ് പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കലായിരിക്കും നമുക്ക് ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം. ഓക്കെ, സോ എക്സ് എന്ന് പറയുന്ന നെറ്റ്വർക്കിൻ്റെ സെറ്റ് പാരാമീറ്റേഴ്സ് നമുക്കറിയാം, വൈ എന്ന് പറയുന്ന നെറ്റ്വർക്കിൻ്റെ സെറ്റ് പാരാമീറ്റേഴ്സ് അറിയാമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എന്ത് കണ്ടുപിടിക്കാം, ആ രണ്ടും ചേർന്നിട്ടുള്ള നെറ്റ്വർക്കിൻ്റെ സെറ്റ് പാരാമീറ്റേഴ്സ് ഒരു ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം. ആ ഇക്വേഷനിലേക്കാണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്താണ് സീരീസ് കണക്ഷൻ? സീരീസ് കണക്ഷനിൽ എന്താണ് ഇൻപുട്ട് കറണ്ടുകൾ, അതായത് I1 ഓഫ് എക്സും I1 ഓഫ് വൈയും സെയിം ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ അത് I1നും ഈക്വൽ ആയിരിക്കും. I1 തന്നെയാണ് ഇങ്ങോട്ട് പോകുന്നത് അല്ലേ. I1 എന്ന് പറയുന്നത് ടോട്ടൽ ഈ എൻ്റയർ നെറ്റ്വർക്കിൻ്റെ ഇൻപുട്ട് കറണ്ടാണ് I1. I1 ഈസ് ഈക്വൽ ടു I1x, ദാറ്റ് ഈസ് ഈക്വൽ ടു I1 ഓഫ് y. അതേപോലെ വി ക്യാൻ സേ ദാറ്റ് ദ ഔട്ട്പുട്ട് കറണ്ട് I2 ഈസ് ഈക്വൽ ടു I2x, വിച്ച് ഈസ് ഓൾസോ ഈക്വൽ ടു I2 ഓഫ് y. ആൻഡ് ദ വോൾട്ടേജ് ആഡ് ചെയ്ത് വരും. V1 ഈസ് ഈക്വൽ ടു V1x പ്ലസ് V1 ഓഫ് y ആയിരിക്കും. അതേപോലെ V2 ഈസ് ഈക്വൽ ടു V2 ഓഫ് x പ്ലസ് V2 ഓഫ് y ആയിരിക്കും. സോ ദീസ് ആർ ദ കണ്ടീഷൻസ് ഇൻ സീരീസ് കണക്റ്റഡ് ടു പോർട്ട് നെറ്റ്വർക്ക്സ്. ഈ കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ടോട്ടൽ എൻ്റയർ നെറ്റ്വർക്കിൻ്റെ അല്ലെങ്കിൽ ഈ രണ്ടും ചേർന്നിട്ടുള്ള നെറ്റ്വർക്കിൻ്റെ എന്ത് കണ്ടുപിടിക്കുന്നത്, സെറ്റ് പാരാമീറ്റേഴ്സ് ആണ്. കണ്ടുപിടിക്കാൻ എളുപ്പം. ആ സെറ്റ് പാരാമീറ്റേഴ്സ് എന്തായിരിക്കുമെന്ന് കണ്ടുപിടിക്കുന്നത് ഈ ഒരു കണ്ടീഷൻസ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടാണ്. സോ നമ്മുടെ എക്സ് എന്ന് പറയുന്ന നെറ്റ്വർക്കിൻ്റെ സെറ്റ് പാരാമീറ്റേഴ്സിനെ നമ്മൾ സെറ്റ് പാരാമീറ്ററിൻ്റെ ഇക്വേഷൻ വെച്ച് തന്നെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തു. എക്സ് എന്ന് പറയുന്ന നെറ്റ്വർക്കിൻ്റെ ആയതുകൊണ്ട് ഒരു എക്സ് എന്ന് പറയുന്ന ഒരു സബ്സ്ക്രിപ്റ്റും കൂടി നമ്മൾ ആഡ് ചെയ്തു. സോ സെറ്റ് പാരാമീറ്റേഴ്സ് ഇക്വേഷൻസ് ജനറൽ ഒരു നെറ്റ്വർക്കിൻ്റെ സെറ്റ് പാരാമീറ്റർ ഇക്വേഷൻസ് എന്താ ഈ അടിയിൽ കാണിച്ചിരിക്കുന്ന പോലെയാണ്. V1 ഈസ് ഈക്വൽ ടു Z11 I1 പ്ലസ് Z12 I2 ആൻഡ് V2 ഈസ് ഈക്വൽ ടു Z21 I1 പ്ലസ് Z22 I2. ഓക്കെ, അത് എക്സ് എന്ന് പറയുന്ന നെറ്റ്വർക്ക്, ആ എക്സ് എന്ന് പറയുന്ന മോളിൽ വരച്ചിരിക്കുന്ന നമ്മൾ മുമ്പ് വരച്ചിരിക്കുന്ന ഈ നെറ്റ്വർക്കിൻ്റെ സെറ്റ് പാരാമീറ്റേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഒരു എക്സ് എന്ന് പറയുന്ന സബ്സ്ക്രിപ്റ്റും കൂടി കാണിച്ചു. ഇതിൻ്റെ സെറ്റ് പാരാമീറ്റേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വൈ എന്ന് പറയുന്ന ഒരു സബ്സ്ക്രിപ്റ്റും കൂടി നമ്മൾ കാണിച്ചു എന്നേ ഇതിലുള്ളൂ. സോ എക്സ് എന്ന് പറയുന്ന നെറ്റ്വർക്കിൻ്റെ സെറ്റ് പാരാമീറ്റർ ഇക്വേഷൻസ് ഇതാണ്. വൈ എന്ന് പറയുന്ന നെറ്റ്വർക്കിൻ്റെ സെറ്റ് പാരാമീറ്റർ ഇക്വേഷൻസ് ഇതാണ്. ആൻഡ് ഫോർ ദ എൻ്റയർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ രണ്ടും ചേർന്നിട്ടുള്ള നെറ്റ്വർക്കിന് വോൾട്ടേജും കറണ്ടുകളൊക്കെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഇൻപുട്ട് വോൾട്ടേജ്, ആ രണ്ടും ചേർന്നിട്ടുള്ള നെറ്റ്വർക്കിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള എന്താണ്, V1 ആണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് V2 ആണ്. ഇൻപുട്ട് കറണ്ട് I1 ആണ്. ഔട്ട്പുട്ട് കറണ്ട് എന്താണ്, I2 ആണ്. സോ അതിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം, എൻ്റയർ നെറ്റ്വർക്കിൻ്റെ സെറ്റ് പാരാമീറ്റർ ഇക്വേഷൻസ് ഇതാണെന്നും പറയാം. ഓക്കെ, ഈ എക്സിൻ്റെ സെറ്റ് പാരാമീറ്റേഴ്സും വൈൻ്റെ സെറ്റ് പാരാമീറ്റേഴ്സും അതേപോലെ എൻ്റയർ ആ എല്ലാ കംപ്ലീറ്റ് ആയിട്ടുള്ള നെറ്റ്വർക്ക് രണ്ടും ചേർന്നിട്ടുള്ള നെറ്റ്വർക്കിൻ്റെ സെറ്റ് പാരാമീറ്ററും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ആ റിലേഷനാണ് നമ്മളിനി ഡിറൈവ് ചെയ്യുന്നത്. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, എക്സിൻ്റെ സെറ്റ് പാരാമീറ്റർ ഇക്വേഷൻ എഴുതി, വൈൻ്റെ സെറ്റ് പാരാമീറ്റർ ഇക്വേഷൻ എഴുതി, ആൻഡ് എൻ്റയർ നെറ്റ്വർക്കിൻ്റെ സെറ്റ് പാരാമീറ്റർ ഇക്വേഷൻ ഇതാണെന്ന് കാണിച്ചു. ഇനി നമ്മുടെ കണ്ടീഷൻസ് എഴുതാം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് എന്തൊക്കെയായിരുന്നു? കണ്ടീഷൻസ് ഫോർ സീരീസ് കണക്റ്റഡ് നെറ്റ്വർക്ക് നമുക്കറിയാം I1 എന്ന് പറയുന്നത് ആ രണ്ടും ചേർന്നിട്ടുള്ള നെറ്റ്വർക്കിൻ്റെ ഇൻപുട്ട് കറണ്ടാണ്. I1 എന്തിന് ഈക്വൽ ആയിരിക്കും, I1 ഓഫ് എക്സിനും I1 ഓഫ് വൈക്കും ഈക്വൽ ആയിരിക്കും. അതേപോലെ ഔട്ട്പുട്ട് കറണ്ട് I2 വിൽ ബി ഈക്വൽ ടു I2 ഓഫ് എക്സ്, എക്സിൻ്റെ ഔട്ട്പുട്ട് കറണ്ടും അതേപോലെ വൈയുടെ ഔട്ട്പുട്ട് കറണ്ടും I2 ഓഫ് വൈക്ക് ഈക്വൽ ആയിരിക്കും. ദെൻ വോൾട്ടേജ് തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. V1 ഈസ് ഈക്വൽ ടു എന്താണ്, V1x പ്ലസ് V1y ആണ്. അതേപോലെ V2 ഈസ് ഈക്വൽ ടു എന്താണ്, V2x പ്ലസ് V2y ആണ്. ഇനി നമ്മൾ ഈ ആഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സീരീസ് കണക്റ്റഡ് ആയിട്ടുള്ള നെറ്റ്വർക്കിൽ ഈ വോൾട്ടേജുകൾ തമ്മിലുള്ള റിലേഷൻ നോക്കുക. ആ റിലേഷനിൽ V1x എന്ന് പറയുന്നത് എക്സിൻ്റെ സെറ്റ് പാരാമീറ്റർ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ പ്രീവിയസ്ലി എഴുതിയിട്ടുണ്ട്. V1xും അതേപോലെ V1yയും ഈ വാല്യൂസ് നമ്മൾ ആ ഇതിൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, ദാറ്റ് മീൻസ് ഇവിടെ ആ വാല്യൂസ് V1xനും സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തും, V1 ഓഫ് വൈക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. V1 ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, Z11x I1x പ്ലസ് Z12x I2x ആണ്. അതേപോലെ V1 ഓഫ് വൈ എന്ന് പറയുന്നത് എന്താണ്, Z11y IY പ്ലസ് Z12y I2y എന്നാണ്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ ഒരു കാര്യം കൂടി നമുക്കറിയാം, ഈ I1xനും I1yക്കും പകരം നമുക്ക് എന്ത് കൊടുക്കാം, I1 കൊടുക്കാം. അതേപോലെ I2xനും I2 ഓഫ് ഐക്കും പകരം I2 കൊടുക്കാം. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ദെൻ I1ൻ്റെ ടേംസുകൾ ഒരുമിച്ചാക്കി, ദെൻ I2ൻ്റെ ടേംസുകൾ ഒരുമിച്ചാക്കി. ഓക്കെ, ഇതേപോലെ സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് ഈ ഇക്വേഷനിൽ നിന്ന് നമ്മൾ V2 ഓഫ് എക്സ് എന്ന് പറയുന്നത് സെറ്റ് പാരാമീറ്ററിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും. നമ്മൾ പ്രീവിയസ്ലി എക്സിൻ്റെ സെറ്റ് പാരാമീറ്റർ ഇക്വേഷൻസ് എഴുതിയിട്ടുണ്ട്.
അതേപോലെ y എന്ന് പറയുന്ന നെറ്റ്വർക്കിൻ്റെ സെറ്റ് പാരാമീറ്റർ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് v2 of xും v2 of yയും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. സോ v2 of x എന്ന് പറയുന്നത് എന്താണ്? ഈ ടേമാണ് വരിക. v2 of y എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് വരിക. ദെൻ i1 പകരം നമുക്ക് i1 of xന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? i1 കൊടുക്കാം. i2 of xന് പകരം നമുക്ക് i2 കൊടുക്കാം. i1 of yക്ക് പകരം i1 കൊടുക്കാം. i2 of yക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? i2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വീണ്ടും റീഅറേഞ്ച് ചെയ്തു. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി, എയും ബിയും ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ എയും ബിയും റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മുടെ എൻ്റെയർ ടോട്ടൽ നെറ്റ്വർക്കിൻ്റെ സെറ്റ് പാരാമീറ്റർ ഇക്വേഷൻസ് തന്നെയാണ്. കാരണം അതിൻ്റെ ഈ രണ്ട് ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ v1 ആണ്, റൈറ്റ് സൈഡിൽ i1ൻ്റെയും i2ൻ്റെയും ടേംസ് ആണ്. ഓക്കെ, സോ എൻ്റെയർ നെറ്റ്വർക്കിൻ്റെ സെറ്റ് പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്? Z11ഉം Z12ഉം Z21ഉം Z22 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെയർ നെറ്റ്വർക്കിൻ്റെ സെറ്റ് പാരാമീറ്റർ ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആ ഇക്വേഷനുമായിട്ട് ഡയറക്റ്റായിട്ട് നമുക്ക് ഈ ഇക്വേഷൻസ് എന്ത് ചെയ്യാം? എയും ബിയും നമുക്ക് എൻ്റെയർ നെറ്റ്വർക്കിൻ്റെ സെറ്റ് പാരാമീറ്റർ ഇക്വേഷൻസുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇത്രയുള്ള നമ്മുടെ സെറ്റ് പാരാമീറ്റർ എൻ്റെയർ നെറ്റ്വർക്കിൻ്റെ സെറ്റ് പാരാമീറ്റർ ഇക്വേഷൻ ഇതാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ i1ൻ്റെ കോഎഫിഷ്യൻ്റാണ് എന്ത് വരിക? Z11 വരിക. Z11 എന്ന് പറയുന്നത് രണ്ടും ചേർന്നിട്ടുള്ള നെറ്റ്വർക്കിൻ്റെ സെറ്റ് പാരാമീറ്റർ ഇക്വേഷൻസ് ആണ്. സോ Z11 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, Z12 കണ്ടുപിടിക്കാൻ പറ്റും, Z21ഉം Z22ഉം എൻ്റെയർ നെറ്റ്വർക്കിൻ്റെ സെറ്റ് പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെ? ഇതിലുമായിട്ട് ആ ഇക്വേഷൻസുമായിട്ട്, ആ രണ്ട് ഇക്വേഷനുമായിട്ട് ഇത് കമ്പയർ ചെയ്താൽ മതി. സോ i1ൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് എന്താണ്? Z11 ആണ്. സോ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും Z11 വിൽ ബി ഈക്വൽ ടു Z11 ഓഫ് എക്സ് പ്ലസ് Z11 ഓഫ് വൈ. അതേപോലെ Z12 വിൽ ബി ഈക്വൽ ടു Z12 ഓഫ് എക്സ് പ്ലസ് Z12 ഓഫ് വൈ. ദെൻ Z21 വിൽ ബി ഈക്വൽ ടു Z21 ഓഫ് എക്സ് പ്ലസ് Z21 ഓഫ് വൈ. ആൻഡ് Z22 വിൽ ബി ഈക്വൽ ടു Z22 ഓഫ് എക്സ് പ്ലസ് Z22 ഓഫ് വൈ. ഓക്കെ, സോ ഇതിൻ്റെ മീനിങ് എന്താണ്? നമുക്ക് എക്സ് എന്ന് പറയുന്നതിൻ്റെ സെറ്റ് പാരാമീറ്റർ ഇക്വേഷൻസ് നമുക്കറിയാം, y എന്ന് പറയുന്ന നെറ്റ്വർക്കിൻ്റെ സെറ്റ് പാരാമീറ്റർ ഇക്വേഷൻസ് നമുക്കറിയാമെങ്കിൽ ആ രണ്ടും കണക്ട് ചെയ്തുള്ള സീരീസ് കണക്റ്റഡ് ആയിട്ടുള്ള ടോട്ടൽ നെറ്റ്വർക്കിൻ്റെ സെറ്റ് പാരാമീറ്റേഴ്സ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ രണ്ടിൻ്റെയും കറസ്പോണ്ടിങ് അല്ലെങ്കിൽ ഈക്വലൻ പൊസിഷനിൽ വരുന്ന സെറ്റ് പാരാമീറ്റേഴ്സ് ആഡ് ചെയ്താൽ മതി. ഓക്കെ, എക്സിൻ്റെ Z11ഉം വൈൻ്റെ Z11ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ നെറ്റ്വർക്കിൻ്റെ എന്ത് കിട്ടും? Z11 കിട്ടും. അതേപോലെ തന്നെ ഓരോ സെറ്റ് പാരാമീറ്റേഴ്സും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ റിസൾട്ട്. ഓക്കെ, സോ for series connected two-port network, total set parameters can be found out by simply adding the set parameters of the component networks. Okay. സോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചില പ്രോബ്ലത്തിൽ വലിയ വലിയ നെറ്റ്വർക്കുകൾ തന്നിട്ടുണ്ടാവും. ആ നെറ്റ്വർക്ക് നമുക്ക് സീരീസ് ആണോ പാരലൽ ആണോ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. ഇപ്പോൾ സീരീസ് ആണെങ്കിൽ ഒരു നെറ്റ്വർക്കിൻ്റെ സെറ്റ് പാരാമീറ്റർ അറിയാം, രണ്ടാമത്തേൻ്റെയും സെറ്റ് പാരാമീറ്റർ നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ടോട്ടൽ നെറ്റ്വർക്കിൻ്റെ സെറ്റ് പാരാമീറ്റേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു നെറ്റ്വർക്ക്, ഒരു ടി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക്. ഓക്കെ, ഇതൊരു നെറ്റ്വർക്ക്. വേറെ ഒരെണ്ണം പൈ കണക്റ്റഡ് ആണെന്ന് വിചാരിക്കുക. രണ്ട് നെറ്റ്വർക്കുകൾ തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് രണ്ടും സീരീസ് ആവണമെങ്കിൽ എങ്ങനെ കണക്ട് ചെയ്യണം? ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഇതിൻ്റെ ഇൻപുട്ട് കറണ്ട് ഇതാണ്, ആ കറണ്ടിനെ തിരിച്ചു വരണം. അപ്പോൾ ഈ കറണ്ട് തന്നെ ഇങ്ങോട്ടും പോകണം, നമ്മുടെ രണ്ടാമത്തെ നെറ്റ്വർക്കിലേക്കും പോകുകയാണെങ്കിൽ. ഇപ്പോൾ ഇൻപുട്ട് സൈഡ് സീരീസ് കണക്റ്റഡായി. അതേപോലെ ഔട്ട്പുട്ടിൽ I2 ആ കറണ്ട് തന്നെയാണ് തിരിച്ചിങ്ങോട്ടും വരേണ്ടത്, അത് തന്നെ തിരിച്ചിങ്ങോട്ടും പോകണം. ഓക്കെ, ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്താ? ഇതൊരു വലിയ നെറ്റ്വർക്കായി. അപ്പോൾ ഇതിലെന്താണ്? ഇതെന്ന് പറയുന്നത് നമ്മുടെ എക്സ് എന്ന് പറയുന്ന നെറ്റ്വർക്കും ഇതെന്ന് പറയുന്നത് നമ്മുടെ വൈ എന്ന് പറയുന്ന നെറ്റ്വർക്കാണ്. ഇപ്പോൾ ഈ നെറ്റ്വർക്ക് ഫസ്റ്റത്തെ മുകളിലുള്ള നെറ്റ്വർക്ക് ടി കണക്റ്റഡ് ആണ്. അതിൻ്റെ സെറ്റ് പാരാമീറ്റേഴ്സ് നമുക്ക് ഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ ഓൾറെഡി അതിൻ്റെ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റായിട്ട് ഇതിൽ നിന്ന് തന്നെ വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. രണ്ടാമത്തെ നെറ്റ്വർക്ക് പൈ കണക്റ്റഡ് ആണ്. പൈ കണക്റ്റഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ടിയിലേക്ക് മാറ്റിയാൽ മതി. സ്റ്റാർ ഡെൽറ്റ കൺവേർഷൻ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ടിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. ടിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാം. ദെൻ അപ്പോൾ രണ്ടിൻ്റെയും സെറ്റ് പാരാമീറ്റേഴ്സ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ റിലേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാം? ടോട്ടൽ നെറ്റ്വർക്കിൻ്റെ സെറ്റ് പാരാമീറ്റർ ഇക്വേഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാരലൽ കണക്ഷൻ ഓഫ് ടു പോർട്ട് നെറ്റ്വർക്ക്സ് നോക്കാം. അപ്പോൾ എന്താണ് ഈ പാരലൽ കണക്ഷൻ? നമ്മൾ ജനറലി ഒരു രണ്ട് റെസിസ്റ്റൻസ് പാരലലാണ് പറയണമെങ്കിൽ എന്ത് വേണം? അതിന് അക്രോസുള്ള വോൾട്ടേജ്, രണ്ടിനും അക്രോസുള്ള വോൾട്ടേജ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അതേപോലെ തന്നെയാണ് ഇവിടെ രണ്ട് നെറ്റ്വർക്കുകളുണ്ട്. ആ രണ്ട് നെറ്റ്വർക്കിൻ്റെയും ഇൻപുട്ട് വോൾട്ടേജുകൾ ഈക്വലും അതേപോലെ ഔട്ട്പുട്ട് വോൾട്ടേജുകൾ ഈക്വലും ആണെങ്കിൽ
അത് ഇൻപുട്ട് സൈഡും ഔട്ട്പുട്ട് സൈഡും പാരലലി കണക്റ്റഡ് ആണെന്ന് പറയാം. അതായത് നമ്മുടെ ഇവിടെ എക്സ് എന്ന് പറയുന്ന സർക്യൂട്ടിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് എന്താണ്? V1 ഓഫ് എക്സ് ആണ്. ഓക്കെ, V1 ഓഫ് എക്സ് ആണ്. അതേപോലെ വൈയുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? V1 ഓഫ് വൈ ആണ്. ഈ രണ്ട് വോൾട്ടേജുകളും അതേപോലെ ടോട്ടൽ സർക്യൂട്ടിൻ്റെ ഇത് രണ്ടും ചേർന്നിട്ടുള്ള എൻറ്റയർ സർക്യൂട്ടിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് അതിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് V1. V1ഉം V1 ഓഫ് എക്സും V1 ഓഫ് വൈയും എന്താവണം? സെയിം ആണെങ്കിൽ നമുക്കത് ഇൻപുട്ട് സൈഡ് പാരലലി കണക്റ്റഡ് ആണെന്ന് പറയാം. അതേപോലെ V2 ഓഫ് എക്സും V2 ഓഫ് വൈയും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അത് V2നും ഈക്വൽ ആവണം. സോ V2 ഓഫ് എക്സ് ഷുഡ് ബി ഈക്വൽ ടു V2 ഓഫ് വൈ ഷുഡ് ബി ഈക്വൽ ടു V2. Okay, so that is the connection, that is the condition for parallel connection. That means V1 should be equal to V1 of X and it should be equal to V1 of Y. Similarly, in the output side, V2 should be equal to V2 of X and it should be equal to V2 of Y. ഇനി ഈ കണക്ഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക. ഇപ്പോൾ സപ്പോസ് ഇതെങ്ങനെ പാരലലി ആവാമെന്ന് നോക്കാം. ഇപ്പോൾ ഇതൊരു എ എന്ന് പറയുന്ന ഒരു നോഡാണെന്ന് വിചാരിക്കുക, ഇത് ബി എന്ന് പറയുന്ന നോഡാണെന്ന് വിചാരിക്കുക. ഈ എ ഇങ്ങോട്ടൊക്കെ കണക്ട് ചെയ്തിട്ടുള്ളത്, എ ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ഈ പോയിന്റ് എന്ത് തന്നെയാണ്? എ തന്നെയാണ്, ഷോർട്ടഡ് ആണ്. ദെൻ ഈ പോയിന്റ് ഇങ്ങോട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും എന്ത് തന്നെയാണ്? എ എന്ന് പറയുന്ന പോയിന്റാണ്. ദെൻ ബി എന്ന് പറയുന്ന പോയിന്റ് ഇങ്ങോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, ഇതുവഴി ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. സോ ഇതും ബി തന്നെയാണ്, ഇതും ബി തന്നെയാണ്. ഓക്കെ, സോ നമ്മുടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? ഈ എക്കും ബിക്കും ഇടയിലുള്ള വോൾട്ടേജ് തന്നെയാണ് എവിടെയും വരിക? ഇതിൻ്റെ ഇടയിലും വരിക, ഇതിൻ്റെ ഇടയിലും വരിക. ഓക്കെ, സെയിം നോഡുകൾക്കിടയിലുള്ള വോൾട്ടേജ് സെയിം ആയിരിക്കും. ദാറ്റ് മീൻസ് V1 ഈസ് ഈക്വൽ ടു V1 ഓഫ് എക്സ് ആൻഡ് V1 ഓഫ് വൈ. ഇനി കറണ്ട് തമ്മിലുള്ള റിലേഷൻ നോക്കാൻ, കറണ്ട് നോക്കുകയെന്ന് വെച്ചാൽ ഇങ്ങോട്ടുള്ളത് ഇതിൻ്റെ ഇൻപുട്ട് എക്സ് എന്ന് പറയുന്നതിൻ്റെ ഇൻപുട്ട് കറണ്ട് എന്താണ്? I1 ഓഫ് എക്സ് ആണ്. ഇങ്ങോട്ട് എൻ്റർ ചെയ്യുന്നത് തന്നെ ലീവ് ചെയ്യും. ഓക്കെ, അതാണ് 2 പോർട്ട് നെറ്റ്വർക്കിൻ്റെ പ്രത്യേകത. സോ ഇതും തന്നെയാണ് I1 ഓഫ് എക്സ് ആണ്. അതേപോലെ ഇത് I1 ഓഫ് വൈ ആണ്. ഇങ്ങോട്ട് ലീവ് ചെയ്യുന്നത് തന്നെയായിരിക്കും I1 ഓഫ് വൈ ആണ്. ഇനി ഇവിടെ നമ്മൾ KCL അപ്ലൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ I1 ഇങ്ങോട്ട് വരുന്നുണ്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന ആരാ? I1 ഓഫ് എക്സ് ആണ്. ഇങ്ങോട്ട് പോകുന്നത് ആരാ? I1 ഓഫ് വൈ ആണ്. ഓക്കെ, അവിടെ KCL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇൻകമിങ് കറണ്ട് I1 ഈസ് ഈക്വൽ ടു ഔട്ട് ഗോയിങ് കറണ്ട് I1 ഓഫ് എക്സ് പ്ലസ് I1 ഓഫ് വൈ. ഓക്കെ, നമ്മളൊരു പാരലൽ സർക്യൂട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ എന്താണ്? കറണ്ട് ഡിവൈഡ് ചെയ്ത് പോകും. സോ I1 ഇൻകമിങ് കറണ്ട് ആണ് I1 ഓഫ് എക്സ് പ്ലസ് I1 ഓഫ് വൈ. ഇതേപോലെ തന്നെ നമുക്ക് ഔട്ട്പുട്ട് സൈഡിലും നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അത് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ ഔട്ട്പുട്ട് സൈഡിൽ നമുക്ക് റിലേഷൻസ് എന്ത് കിട്ടും? V2 വിൽ ബി ഈക്വൽ ടു എന്താണ്? V2 ഓഫ് എക്സ് ആണ്, വിൽ ബി ഈക്വൽ ടു എന്താണ്? V2 ഓഫ് വൈ ആണ്. നിങ്ങൾ ഈ സർക്യൂട്ട് വരയ്ക്കാൻ പഠിക്കണം. സോ വോൾട്ടേജുകൾ സെയിം ആണ്. അതേപോലെ ഔട്ട്പുട്ട് കറണ്ട് I2 വിൽ ബി ഈക്വൽ ടു എന്താണ്? I2 ഓഫ് എക്സ് പ്ലസ് I2 ഓഫ് വൈ ആവും. കറണ്ട് ഡിവൈഡ് ചെയ്യും, വോൾട്ടേജുകൾ സെയിം ആയിരിക്കും. ഓക്കെ, പാരലൽ കണക്ഷനാണ്. ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും അതേപോലെ തന്നെയാണ് വരയ്ക്കുക. ഓക്കെ, സോ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ കണക്ഷൻസ് നമുക്ക് മനസ്സിലായി. ആൻഡ് ദ കണ്ടീഷൻസ് എന്താണ്? പാരലൽ കണക്ഷനിലെ കണ്ടീഷൻസ് പറഞ്ഞു. ഇനി പാരലൽ കണക്ഷൻ്റെ കേസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എക്സിൻ്റെ വൈ പാരാമീറ്റേഴ്സ് അറിയാം, വൈൻ്റെയും വൈ പാരാമീറ്റേഴ്സ് അറിയാമെന്ന് വിചാരിക്കുക. അപ്പോൾ ടോട്ടൽ സർക്യൂട്ടിൻ്റെ വൈ പാരാമീറ്റേഴ്സ് ഇതിൻ്റെ ഓരോ കമ്പോണൻറ്റുകളും ഓരോ സെയിം പൊസിഷനിൽ ഉള്ള കമ്പോണൻറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നേരത്തെ സെറ്റ് പാരാമീറ്റർ ആഡ് ചെയ്യുന്നത് പറഞ്ഞു. അതേപോലെ ഇവിടെ എന്താണ്? വൈ പാരാമീറ്റേഴ്സ് എക്സിൻ്റെയും വൈൻ്റെയും ആഡ് ചെയ്യുന്നതായിരിക്കും ടോട്ടൽ നെറ്റ്വർക്കിൻ്റെ അല്ലെങ്കിൽ എൻ്റയർ നെറ്റ്വർക്കിൻ്റെ വൈ പാരാമീറ്റർ. ആ ഡെറിവേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ വൈ പാരാമീറ്ററിന് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഡെറിവേഷൻ ചെയ്യുന്നതും നമ്മുടെ റിസൾട്ട് കിട്ടുന്നതും വൈ പാരാമീറ്ററിൻ്റെ ടേംസിലാണ്. സോ ഒരു പാരലൽ കണക്റ്റഡ് ആയിട്ടുള്ള രണ്ട് നെറ്റ്വർക്ക് പാരലൽ കണക്റ്റഡ് ആണെങ്കിൽ അതിൻ്റെ ടോട്ടൽ നെറ്റ്വർക്കിൻ്റെ വൈ പാരാമീറ്റർ കണ്ടുപിടിക്കലാണ് എളുപ്പം. സെറ്റ് പാരാമീറ്റർ അല്ല കണ്ടുപിടിക്കൽ എളുപ്പം, വൈ പാരാമീറ്റേഴ്സാണ്. ഓക്കെ, സോ നമ്മൾ ആദ്യം എക്സിൻ്റെ വൈ പാരാമീറ്റർ ഇക്വേഷൻ എഴുതും. നേരത്തെ എഴുതിയ പോലെ തന്നെ, സെഡിൻ്റെ കേസിൽ എഴുതിയ പോലെ തന്നെ എക്സിൻ്റെ വൈ പാരാമീറ്റർ ഇക്വേഷൻസ് എഴുതും. വൈയുടെ വൈ പാരാമീറ്റർ ഇക്വേഷൻസ് എഴുതും. പിന്നെ എൻ്റയർ നെറ്റ്വർക്കിൻ്റെ V1ൻ്റെയും V2ൻ്റെയും I1ൻ്റെയും I2ൻ്റെയും ടേംസിൽ എൻ്റയർ നെറ്റ്വർക്കിൻ്റെ വൈ പാരാമീറ്റർ ഇക്വേഷൻ എഴുതും. എന്നിട്ട് കണ്ടീഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യും. ഇപ്പോൾ പറഞ്ഞ കണ്ടീഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യും. ഇപ്പോൾ റിസൾട്ടിലേക്ക് എത്തും. വളരെ സിമ്പിളായിട്ടുള്ള ഡെറിവേഷനാണ്. അപ്പോൾ നോക്കാം. എക്സിൻ്റെ വൈ പാരാമീറ്റർ ഇക്വേഷൻസ് എന്താ? വൈ പാരാമീറ്ററിൻ്റെ ഇക്വേഷൻസ് എഴുതുമ്പോൾ നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് I1ഉം I2 ആണ്.
ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്താണ്? V1ഉം V2 ആണ്. സോ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? എക്സ് എന്ന് പറയുന്ന നെറ്റ്വർക്കിൻ്റെ വൈ പാരാമീറ്റർ ഇക്വേഷൻസ് ഇതാന്ന് പറഞ്ഞു. വൈ എന്ന് പറയുന്ന നെറ്റ്വർക്കിൻ്റെ വൈ പാരാമീറ്റർ ഇക്വേഷൻസ് ഇതാന്ന് പറഞ്ഞു. ആൻഡ് ദ എൻറ്റയർ നെറ്റ്വർക്കിൻ്റെ വൈ പാരാമീറ്റർ നെറ്റ്വർക്ക് ഇതാന്ന് പറഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് എന്തൊക്കെയായിരുന്നു? കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞു V1 വിൽ ബി ഈക്വൽ ടു V1 ഓഫ് എക്സ്, V2 ഓഫ് എക്സ്, V1 ഓഫ് എക്സും വിച്ച് വിൽ ബി ഈക്വൽ ടു V1 ഓഫ് വൈയും. അതുപോലെ V2 വിൽ ബി ഈക്വൽ ടു V2 ഓഫ് എക്സ് ആൻഡ് V2 ഓഫ് വൈ. ആൻഡ് ദ കറൻസ് I1 വിൽ ബി ഈക്വൽ ടു I1 ഓഫ് എക്സ് പ്ലസ് I1 ഓഫ് വൈ. അതിൽ നിന്നാണ് നമ്മൾ എന്തിലേക്ക് എഴുതുക? ഇക്വേഷൻസ് എഴുതുക. സോ നമുക്കറിയാം എന്താണ്? I1 ഈസ് ഈക്വൽ ടു എന്താണ്? I1 ഓഫ് എക്സ് പ്ലസ് I1 ഓഫ് വൈ ആണ്. ഇതിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മൾ നേരത്തെ സീരീസ് കണക്ഷനിൽ എന്തിനാണ് തുടങ്ങിയത്? V1 ഈസ് ഈക്വൽ ടു V1 ഓഫ് എക്സ് പ്ലസ് V1 ഓഫ് വൈ ആണ്. ആ V1 ഓഫ് എക്സിന് സെറ്റ് പാരാമീറ്റർ ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. V1 ഓഫ് വൈക്കും സെറ്റ് പാരാമീറ്റർ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ അതിന് പകരം എന്താണ്? നമുക്ക് I1 ഓഫ് എക്സിൻ്റെ ഇക്വേഷൻ നമുക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട്. വൈ പാരാമീറ്റർ ഫോർ നെറ്റ്വർക്ക് എക്സിൽ I1 ഓഫ് എക്സ് ഉണ്ട്. അതേപോലെ I1 ഓഫ് വൈയിൽ ഇവിടെ വൈ പാരാമീറ്ററിൻ്റെ കേസിൽ I1 ഓഫ് വൈയും എഴുതിയിട്ടുണ്ട്. ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ഫോർ പാരലൽ കണക്ഷൻ്റെ കണ്ടീഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് അവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ദെൻ നമുക്കറിയാം എന്താണ്? I1 ഈസ് ഈക്വൽ ടു I1 ഓഫ് എക്സ് പ്ലസ് I1 ഓഫ് വൈ ആണ്. അതേപോലെ I2 ഈസ് ഈക്വൽ ടു I2 ഓഫ് എക്സ് പ്ലസ് I2 ഓഫ് വൈ ആണ്. ഈ I1 ഓഫ് എക്സിന് പകരം വൈ പാരാമീറ്ററിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതേപോലെ I1 ഓഫ് വൈക്ക് വീണ്ടും വൈ എന്ന് പറയുന്ന നെറ്റ്വർക്കിൻ്റെ വൈ പാരാമീറ്റർ ഇക്വേഷൻ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം ഇതിൽ നമുക്ക് എന്തൊക്കെ ടേംസുകളുണ്ട്? V1 ഓഫ് എക്സ് ഉണ്ട്, അതിനെ V1 വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. V2 ഓഫ് എക്സ് ഉണ്ട്, അതിനെ V2 വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. V1 ഓഫ് വൈക്ക് V1ഉം സെയിം ആണ്, അപ്പോൾ V1 വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. V2 ഓഫ് വൈനെ V2 വെച്ചും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. റീഅറേഞ്ച് ചെയ്തപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടി. ഇതേപോലെ I2ൻ്റെ ഇക്വേഷൻ, ഈ ഇക്വേഷനിൽ നമ്മുടെ എക്സിൻ്റെയും വൈൻ്റെയും വൈ പാരാമീറ്റർ ഇക്വേഷൻസുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമുക്കറിയാം I2 ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? ഈ ടേമിന് ഈക്വലാണ്. I2 ഓഫ് വൈ എന്ന് പറയുന്നത് എന്തിനാണ്? ഈ ടേമിന് ഈക്വലാണ്. ദെൻ V1 ഓഫ് എക്സിന് പകരം V1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. V2 ഓഫ് എക്സിന് പകരം V2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. V1 ഓഫ് വൈക്ക് പകരം V1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. V2 ഓഫ് വൈക്ക് പകരം V2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. റീഅറേഞ്ച് ചെയ്ത് രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഓക്കെ, സോ I1 ഈസ് ഈക്വൽ ടു സം ക്വാണ്ടിറ്റി ഇൻറ്റു V1, അതേപോലെ സം ക്വാണ്ടിറ്റി ഇൻറ്റു V2, അതേപോലെ I2 ഈസ് ഈക്വൽ ടു സം ക്വാണ്ടിറ്റി ഇൻറ്റു V1, സം ക്വാണ്ടിറ്റി ഇൻറ്റു V2. രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഇത് നമ്മുടെ കംപ്ലീറ്റ് നെറ്റ്വർക്കിൻ്റെ വൈ പാരാമീറ്റർ ഇക്വേഷനുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. ഓക്കെ, കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? Y11 ഈസ് ഈക്വൽ ടു ഇവിടെ നിന്ന് Y1 ഓഫ് എക്സ് പ്ലസ് Y1 ഓഫ് വൈ എന്ന് കിട്ടും. അതേപോലെ Y12 വിൽ ബി ഈക്വൽ ടു Y12 ഓഫ് എക്സ് പ്ലസ് Y12 ഓഫ് വൈ എന്ന് കിട്ടും. അതേപോലെ Y21 ഓഫ് എക്സ് പ്ലസ് Y21 ഓഫ് വൈ എന്ന് പറയുന്നത് Y21 ഈക്വൽ ആയിരിക്കും. Y22 വിൽ ബി ഈക്വൽ ടു Y22 ഓഫ് എക്സ് പ്ലസ് Y22 ഓഫ് വൈ. So, for parallel connection, the y parameter for the complete network will be equal to the sum of components of each networks. That is, ഇതാണ് നമ്മുടെ റിസൾട്ടുകൾ. Y11 എന്ന് പറയുന്നത് എന്താണ്? എക്സും വൈൻ്റെ ആഡ് ചെയ്യുക, ഓരോന്നും കറസ്പോണ്ടിങ് ടേമുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വൈ പാരാമീറ്റേഴ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ രണ്ട് നെറ്റ്വർക്കുകൾ പാരലലി കണക്റ്റഡ് ആണെങ്കിൽ ആ പാരലൽ കണക്ഷനിൽ നിന്ന് പാരലലി കണക്റ്റഡ് ആണോ എന്ന് നോക്കി ഐഡൻറ്റിഫൈ ചെയ്യണം. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ നെറ്റ്വർക്കിൻ്റെ വൈ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ഒരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഒരു T നെറ്റ്വർക്കാണ് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക. T നെറ്റ്വർക്കിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ പൈ ആക്കാനൊക്കെ പറ്റും. ഇപ്പോൾ ചെറുതാക്കി വരയ്ക്കാം. ഒരു T നെറ്റ്വർക്ക് രണ്ടും T ആണെന്ന് വിചാരിക്കുക. T ആണെന്ന് വെച്ചാൽ പൈ ആക്കിയാൽ മതി. ഓക്കെ, സോ രണ്ട് നെറ്റ്വർക്കുകൾ ഇത് പാരലലി കണക്റ്റഡ് ആക്കണം. പാരലലി കണക്റ്റഡ് ആക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. ഇതൊരു നോഡാണ്, A ആണെന്ന് വിചാരിക്കുക. A എങ്ങോട്ടും കണക്ട് ചെയ്യണം, A ഇങ്ങോട്ടും കണക്ട് ചെയ്യണം. ഇത് അടുത്ത നോഡ് B ആണെന്ന് വിചാരിക്കുക. B എങ്ങോട്ട് കണക്ട് ചെയ്യണം? B നമ്മുടെ ഇങ്ങോട്ടും കണക്ട് ചെയ്യണം, ഇങ്ങോട്ടും കണക്ട് ചെയ്യണം. അതേപോലെ തന്നെ ഔട്ട്പുട്ട് സൈഡിലും ഇതിങ്ങോട്ടും കണക്ട് ചെയ്യുക, ഇങ്ങോട്ടും കണക്ട് ചെയ്യുക, ഇതെടുത്തിട്ട് ഇങ്ങോട്ടും കണക്ട് ചെയ്യുക, ഇങ്ങോട്ടും കണക്ട് ചെയ്യുക. ഇത് പാരലലി കണക്റ്റഡ് ആണ്. അപ്പോൾ അത് തന്നിരിക്കുന്ന പ്രോബ്ലം അനുസരിച്ച് നോക്കണം. അപ്പോൾ ഇത് നമ്മുടെ എക്സ് എന്ന് പറയുന്ന നെറ്റ്വർക്കാണ്, ഇത് നമ്മുടെ വൈ എന്ന് പറയുന്ന നെറ്റ്വർക്കാണ്. ഇപ്പോൾ ടീയിൽ തന്നിരിക്കുന്നതിനെ വേണമെങ്കിൽ
നമുക്ക് പൈയിലേക്ക് കൺവേർട്ട് ചെയ്യാം. സ്റ്റാർ ഡെൽറ്റ കൺവേർഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പൈയിലോട്ട് മാറ്റാൻ പറ്റും. പൈയിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വൈ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പോൾ എക്സിൻ്റെ വൈ പാരാമീറ്റർ കണ്ടുപിടിക്കുക, വൈൻ്റെ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കുക. എന്നിട്ട് അത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ നെറ്റ്വർക്കിൻ്റെ വൈ പാരാമീറ്റർ കിട്ടും. ഡയറക്റ്റ്ലി പൈയിലാണ് തന്നിരിക്കുന്നതെങ്കിൽ, പൈ ഫോമിലാണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് വൈ പാരാമീറ്റർ ഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, ബാക്കി ഏത് ഫോമിലാണ് തന്നിരിക്കുന്നതെങ്കിലും അതിനെന്ത് ചെയ്യുക? കൺവേർട്ട് ചെയ്തിട്ട് പൈയിലേക്ക് ആക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? വൈ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കുക. ഓരോ ഇൻഡിവിജ്വൽ നെറ്റ്വർക്കിൻ്റെയും അതിൻ്റെ ഇൻഡിവിജ്വൽ നെറ്റ്വർക്കിൻ്റെ വൈ പാരാമീറ്റേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് കമ്പോണൻറ്റ് വൈസ് ആഡ് ചെയ്യണം. ഓക്കെ, സെയിം പൊസിഷനിലുള്ള വൈ പാരാമീറ്റേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ നെറ്റ്വർക്കിൻ്റെ വൈ പാരാമീറ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് പാരലൽ കണക്ഷൻ ഓഫ് ടു പോർട്ട് നെറ്റ്വർക്ക്സ്. ഇനി സീരീസ് പാരലൽ കണക്ഷൻ ഉണ്ട്. ഇവിടെ എന്താണ്? ഇൻപുട്ട് സൈഡ് സീരീസും ഔട്ട്പുട്ട് സൈഡ് പാരലലും ആണ്. ഇപ്പോൾ നമ്മുടെ നേരത്തെ രണ്ടിൻ്റെയും കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ തന്നെ വരും, രണ്ട് ടൈപ്പ് ചേർന്നത് എന്തായിരിക്കും? ഹൈബ്രിഡ് പാരാമീറ്റർ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുമായിരിക്കും എളുപ്പം. ഓക്കെ, സോ ഇതിൽ ഇൻപുട്ട് സൈഡിലത്തെ കണ്ടീഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. V1 വിൽ ബി ഈക്വൽ ടു V1 ഓഫ് എക്സ് പ്ലസ് V1 ഓഫ് വൈ. ദെൻ I1 വിൽ ബി ഈക്വൽ ടു I1 ഓഫ് എക്സ് ആൻഡ് I1 ഓഫ് വൈ. സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് ഔട്ട്പുട്ടിൽ പാരലൽ കണക്ഷനാണ്. പാരലൽ കണക്ഷൻ ആകുമ്പോൾ വോൾട്ടേജുകൾ സെയിം ആയിരിക്കും. V2 വിൽ ബി ഈക്വൽ ടു V2 ഓഫ് എക്സ് പ്ലസ് V2 ഓഫ് എക്സ് ആൻഡ് V2 of x will be equal to V2 of y, and the current will be the sum. I2 will be equal to I2 of x plus I2 of y. സോ ഈ കണ്ടീഷൻസ് ആണ്. അപ്പോൾ നമ്മളിവിടെ സീരീസ് പാരലൽ കണക്ഷനിൽ എന്താണ്? ഹൈബ്രിഡ് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എക്സ് പാരാമീറ്ററിൻ്റെ, എക്സ് എന്ന് പറയുന്ന നെറ്റ്വർക്കിൻ്റെ സൈഡ് എച്ച് പാരാമീറ്റർ ഇക്വേഷൻസ് എഴുതുക. അതേപോലെ എച്ച് പാരാമീറ്റർ നെറ്റ്വർക്ക് ഇക്വേഷൻ ഫോർ നെറ്റ്വർക്ക് വൈയും എഴുതുക. ജസ്റ്റ് നമ്മുടെ എച്ച് പാരാമീറ്ററിൻ്റെ ഇക്വേഷൻസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എക്സും വൈയും വെച്ച് ഡിനോട്ട് ചെയ്യുന്നു എന്ന് മാത്രം. അത് എക്സ് എന്ന് പറയുന്ന നെറ്റ്വർക്കിൻ്റെ എച്ച് പാരാമീറ്റർ ആണ്, അതേപോലെ വൈ എന്ന് പറയുന്ന നെറ്റ്വർക്കിൻ്റെ എച്ച് പാരാമീറ്റർ ഇക്വേഷനാണ് എന്ന് മാത്രം. സോ എൻ്റെയർ ആ രണ്ടും ചേർന്നിട്ടുള്ള നെറ്റ്വർക്കിൻ്റെ എച്ച് പാരാമീറ്റർ ഇതാണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻപുട്ട് സൈഡിൽ സീരീസ് കണക്ഷൻ. അപ്പോൾ V1 ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? V1 ഓഫ് എക്സ് പ്ലസ് V1 ഓഫ് വൈ എന്ന് എഴുതാം. അതിലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. V1 ഓഫ് എക്സിനും V1 ഓഫ് വൈനും എന്ത് ചെയ്യും? ഈ ടേമുകൾ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഔട്ട്പുട്ട് സൈഡിൽ നമ്മൾ എന്താ എഴുതുക? കറണ്ടാണ് ഇതേപോലെ ആഡ് ചെയ്ത് വരുന്നത്. I2 ഈസ് ഈക്വൽ ടു I2 ഓഫ് എക്സ് പ്ലസ് I2 ഓഫ് വൈ ആണ്. ആ I2 ഓഫ് എക്സിനും I2 ഓഫ് വൈനും ഈ സെക്കൻഡ് ഇക്വേഷനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, നേരത്തെ ചെയ്ത പോലെ തന്നെ. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻപുട്ട് സൈഡ് സീരീസ് കണക്ഷനാണ്. V1 ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇത് വരും. ആൻഡ് ദ കറൻസ് ആർ ഈക്വൽ. ആൻഡ് ഔട്ട്പുട്ട് സൈഡ് വോൾട്ടേജ് ആർ ഈക്വൽ ആൻഡ് ദ കറണ്ട് വിൽ ബി ആഡഡ് അപ്പ്. KCL ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യും? ഇൻപുട്ട് സൈഡിൽ ഇതിലാണ് നമ്മൾ V1 ഓഫ് എക്സിനും V1 ഓഫ് വൈക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നമ്മുടെ എക്സ് പാരാമീറ്ററിൻ്റെയും എക്സ് ആൻഡ് വൈ നെറ്റ്വർക്കിൻ്റെ എച്ച് പാരാമീറ്റർ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട്. അതേപോലെ ഔട്ട്പുട്ട് സൈഡിലാണെന്ന് വെച്ചാൽ ഈ ഇക്വേഷനിൽ I2 ഓഫ് എക്സിനും I2 ഓഫ് വൈക്കും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, സോ ഇൻപുട്ട് സൈഡിൽ നിന്ന് നമുക്ക് ഈ ഇക്വേഷനിൽ നമ്മുടെ V1 ഓഫ് എക്സിന് നമുക്ക് ഇത് വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, V1 ഓഫ് വൈക്ക് ഇത് വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ ഇതിലാണെന്ന് വെച്ചാൽ I1 ഓഫ് എക്സ് എന്ന് പറയുന്നത് I1ന് ഈക്വൽ ആണ്, V2 ഓഫ് എക്സ് എന്ന് പറയുന്നത് V2ന് ഈക്വൽ ആണ്, അതേപോലെ I1 ഓഫ് വൈ എന്ന് പറയുന്നത് I1ന് ഈക്വൽ ആണ്. നമ്മുടെ കണ്ടീഷൻസ് അപ്ലൈ ചെയ്തു. V2 ഓഫ് വൈ എന്ന് പറയുന്നത് എന്തിനാണ്? V2ന് ഈക്വൽ ആണ്. I1ൻ്റെ ടേംസ് ഒരുമിച്ചാക്കി, V2ൻ്റെ ടേംസ് ഒരുമിച്ചാക്കി. ഓക്കെ, അതേപോലെ ഔട്ട്പുട്ട് സൈഡിൽ നമ്മൾ കറണ്ടിൻ്റെ ഇക്വേഷനാണ് ആഡ് ചെയ്ത് വരുന്നത്, സം KCL എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ I2 ഓഫ് എക്സിനും I2 ഓഫ് വൈനും, I2 ഓഫ് എക്സിന് എക്സിൻ്റെ എച്ച് പാരാമീറ്റർ ഇക്വേഷൻ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. I2 ഓഫ് വൈക്ക് വൈ എന്ന് പറയുന്ന നെറ്റ്വർക്കിൻ്റെ എച്ച് പാരാമീറ്റർ ഇക്വേഷൻ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്തു. ദെൻ I1 ഓഫ് എക്സിന് I1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, V2 ഓഫ് എക്സിന് V2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, റീഅറേഞ്ച് ചെയ്തു. ഓക്കെ, സോ ഇത് നമ്മുടെ എൻ്റയർ നെറ്റ്വർക്കിൻ്റെ എന്തായിട്ട് കമ്പയർ ചെയ്യാം? എച്ച് പാരാമീറ്റർ നെറ്റ്വർക്കായിട്ട് കമ്പയർ ചെയ്യാം. സോ H11 വിൽ ബി ഈക്വൽ ടു, H11 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഇതിൻ്റെയും സമ്മായിട്ട് കിട്ടും. അതേപോലെ H12 എന്ന് പറയുന്നത് ഇതിൻ്റെയും സമ്മായിട്ട് കിട്ടും. H21 എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും സമ്മായിട്ട് കിട്ടും. H22 എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും സമ്മായിട്ട് കിട്ടും. ഓക്കെ, സോ നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണോ? ഇതാണ് റിസൾട്ട്. സീരീസ് പാരലൽ കണക്ഷന് ഇതാണ് റിസൾട്ട്. ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ്, ഇൻഡിവിജ്വൽ നെറ്റ്വർക്കിൻ്റെ ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. ഓക്കെ, സോ H11 is equal to H11 of x plus H11 of y, and H12 is equal to H12 of x plus H12 of y, and H21 is equal to H21 of x plus H21 of y, and H22 is equal to H22 of x plus H22 of y. Okay, so that is series parallel connection.
ഇതേപോലെ ഇൻപുട്ട് സൈഡ് പാരലും ഔട്ട്പുട്ട് സീരീസും ആയിട്ട് വരും. അത് ശരിക്കും നിങ്ങൾക്ക് പഠിക്കാനില്ല. ഹൈബ്രിഡ് പാരാമീറ്റർ, ഇൻവേഴ്സ് ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുക. ആൻഡ് ദ ലാസ്റ്റ് കണക്ഷൻ ഈസ് കാസ്കേഡഡ് കണക്ഷൻ ഓഫ് ടു പോർട്ട് നെറ്റ്വർക്ക്. ഈ കാസ്കേഡഡ് കണക്ഷനിൽ എന്താണ് ചെയ്യുന്നത്? ഒരു നെറ്റ്വർക്ക് ആ നെറ്റ്വർക്കിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് മറ്റേതിൻ്റെ ഇൻപുട്ടിലോട്ട് കണക്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ദാറ്റ് ഈസ് കാസ്കേഡഡ് കണക്ഷൻ. ഇപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്ന നെറ്റ്വർക്ക് ഉണ്ട്, ഇവിടെ വൈ എന്ന് പറയുന്ന നെറ്റ്വർക്ക് ഉണ്ട്. ഇങ്ങനെയുള്ള നെറ്റ്വർക്കിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് ഏറ്റവും എളുപ്പം ABCD പാരാമീറ്റർ വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ AX, BX, CX, DX എന്നൊക്കെ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. അത് എക്സ് എന്ന് പറയുന്ന നെറ്റ്വർക്കിൻ്റെ ABCD പാരാമീറ്ററാണ്. വൈയുടെ ABCD പാരാമീറ്റേഴ്സാണ് ഇതൊക്കെ. ഓക്കെ, ഇനി ഇതിലത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു കണ്ടീഷൻ മാത്രമുള്ള എന്താണ് ഇവിടെ നോക്കുക, ഈ സൈഡ് നോക്കുക. ഓക്കെ, അതിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടുത്തെ വോൾട്ടേജ് തന്നെയാണ് ഇവിടുത്തെ വോൾട്ടേജും. ദാറ്റ് മീൻസ് ഈ എക്സ് എന്ന് പറയുന്ന നെറ്റ്വർക്കിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ്, ദാറ്റ് ഈസ് V2 ഓഫ് എക്സ്, വിൽ ബി ഈക്വൽ ടു വൈ എന്ന് പറയുന്ന നെറ്റ്വർക്കിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് V1 ഓഫ് വൈ. ഓക്കെ, അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെയുള്ള കാര്യം എന്താണ്? ഇവിടെ നോക്കുക, കറണ്ട് I2 of x will be equal to minus of I2 of y. So these two conditions, ഇതാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻ ഇതിൻ്റെ ഡെറിവേഷനിൽ. അപ്പോൾ നമ്മൾ എക്സ് എന്ന് പറയുന്ന നെറ്റ്വർക്കിൻ്റെ എന്ത് വരയ്ക്കും? ABCD ഇക്വേഷൻസ് എഴുതും. അതേപോലെ വൈ എന്ന് പറയുന്ന ABCD ഇക്വേഷൻസ് എഴുതും. പിന്നെ ഒരു കാര്യം, ഇതിൻ്റെ എക്സ് എന്ന് പറയുന്ന നെറ്റ്വർക്കിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് ശരിക്കും V1 ഓഫ് എക്സ് ആണ്. ഈ ടോട്ടൽ നെറ്റ്വർക്കിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് V1 ആണ്. ഈ V1 ഉം V1 ഓഫ് എക്സും സെയിമാണ്. V1 ഉം V1 ഓഫ് എക്സും സെയിമാണ്. കാരണം V1 ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്ന നെറ്റ്വർക്കിൻ്റെ ഇൻപുട്ട് വോൾട്ടേജാണ്. ദെൻ I1 എന്ന് പറയുന്നത് ടോട്ടൽ നെറ്റ്വർക്കിൻ്റെ ഇത് രണ്ടും ചേർന്നിട്ടുള്ള നെറ്റ്വർക്കിൻ്റെ ഇൻപുട്ട് കറണ്ട് തന്നെയാണ്. അത് എന്തിന് ഈക്വലാണ്? നമ്മുടെ I1 ഓഫ് എക്സിനും ഈക്വലാണ്. I1 ഓഫ് എക്സ് ഇവിടെ കാണിച്ചിട്ടില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അതേപോലെ ഔട്ട്പുട്ട് സൈഡ് നോക്കിക്കഴിഞ്ഞാലും ഈ I2 ഓഫ് വൈ എന്ന് പറയുന്നതും I2 സെയിം ആണ്. I2 എന്ന് പറയുന്നത് ടോട്ടൽ നെറ്റ്വർക്കിൻ്റെ ഔട്ട്പുട്ട് കറണ്ട്, I2 ഓഫ് വൈ എന്ന് പറയുന്നത് വൈ എന്ന് പറയുന്ന നെറ്റ്വർക്കിൻ്റെ ഔട്ട്പുട്ട് കറണ്ട്. അതേപോലെ V2 വൈയും സെയിം ആണ്. ഓക്കെ, കാരണം V2 എന്ന് പറയുന്നത് ടോട്ടൽ നെറ്റ്വർക്കിൻ്റെ എൻ്റയർ നെറ്റ്വർക്കിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. അതും വൈ എന്ന് പറയുന്ന നെറ്റ്വർക്കിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് തന്നെയാണ്, സെയിം ആണ്. ഈ കണ്ടീഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യും. സോ ABCD ഇവിടെ മാട്രിക്സ് ഫോമിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ABCD പാരാമീറ്റർ ഫോർ നെറ്റ്വർക്ക് എക്സ്. ഓക്കെ, ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഈ ശരിക്കും ഇവിടെ V1 ഓഫ് എക്സ് എന്നാണ് എഴുതേണ്ടത്, I1 ഓഫ് എക്സ് എന്നാണ് എഴുതേണ്ടത്. ഈ I1 ഓഫ് എക്സും V1 ഓഫ് എക്സും എന്താണ്? V1 നും I1 നും സെയിം ആയതുകൊണ്ട് V1 എന്ന് പറയുന്നത് ടോട്ടൽ രണ്ടും ചേർന്നിട്ടുള്ള നെറ്റ്വർക്കിൻ്റെ ഇൻപുട്ട് വോൾട്ടേജും ഇൻപുട്ട് കറണ്ടുമാണ്. അത് എക്സ് എന്ന് പറയുന്ന നെറ്റ്വർക്കിൻ്റെ ഇൻപുട്ട് വോൾട്ടേജിനും ഇൻപുട്ട് കറണ്ടിനും സെയിം ആയതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ എന്ത് എഴുതി? V1 എന്നും I1 എന്നും എഴുതി. ശരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ V1 ഓഫ് എക്സ് എന്ന് ആദ്യം തന്നെ എഴുതാം, I1 ഓഫ് എക്സ് എന്നും ആദ്യം തന്നെ എഴുതാം. ഓക്കെ, ദെൻ ABCD അതിൻ്റെ ABCD മാട്രിക്സ് ആണ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു എക്സ് എന്ന് പറയുന്ന സബ്സ്ക്രിപ്റ്റും കൂടി കൊടുത്തു. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ്? V2 ഓഫ് എക്സും മൈനസ് I2 ഓഫ് എക്സ് ആണ് എക്സ് എന്ന് പറയുന്ന നെറ്റ്വർക്കിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് കറണ്ടും. ABCDയിൽ പിന്നെ ഈ മൈനസ് വരും, നിങ്ങൾക്കറിയാം. ദെൻ ABCD പാരാമീറ്റർ ഫോർ നെറ്റ്വർക്ക് വൈയുടെ ഇൻപുട്ട് വോൾട്ടേജ് എന്തായാലും V1 ഓഫ് വൈ എന്ന് തന്നെ റെപ്രസെൻറ്റ് ചെയ്യണം. ആൻഡ് ദ കറണ്ട് ഈസ് I1 ഓഫ് വൈ. അതിൻ്റെ ABCD പാരാമീറ്റേഴ്സ് റെപ്രസെൻറ്റ് ചെയ്തു. ശരിക്കും ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് വേണമെങ്കിൽ V2 എന്ന് തന്നെ റെപ്രസെൻറ്റ് ചെയ്യാം കേട്ടോ. V2 വൈ എന്ന് തന്നെ എഴുതേണ്ട കാര്യമില്ല, കാരണം V2 വൈയും V2 ഉം സെയിം ആണ്. അത് വേണമെങ്കിൽ രണ്ടാമത് എഴുതിയാൽ മതി. മൈനസ് ഓഫ് I2 ഓഫ് വൈ എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ മൈനസ് I2 ഓഫ് വൈ എന്ന് കൊടുക്കുന്നതും അതേപോലെ I2 എന്ന് കൊടുക്കുന്നതും സെയിം തന്നെയാണ്. ഓക്കെ, രണ്ട് നെറ്റ്വർക്കിൻ്റെയും ABCD പാരാമീറ്റർ എഴുതി. സോ ABCD പാരാമീറ്റർ ഫോർ നെറ്റ്വർക്ക് എക്സ് ഇസ് ഇത്, അതേപോലെ ABCD പാരാമീറ്റർ ഫോർ നെറ്റ്വർക്ക് വൈ ഈസ് ഓൾസോ റിട്ടേൺ. ഇനി എന്താണ് നമ്മുടെ കണ്ടീഷൻസ്? V1 ഓഫ് വൈ എന്ന് പറയുന്നത് V2 ഓഫ് എക്സും സെയിം ആണ്. ഈ കണ്ടീഷൻസ് എവിടെ നിന്നാണ് കിട്ടിയത്? ഇവിടെ അപ്ലൈ ചെയ്യുന്നതാണ്. V2 ഓഫ് എക്സും V1 ഓഫ് വൈയും സെയിം ആണ്. അതേപോലെ I1 ഓഫ് വൈ എന്ന് പറയുന്നത് മൈനസ് ഓഫ് I2 ഓഫ് എക്സ് ആണ്. ദെൻ നമ്മുടെ V2 ഓഫ് വൈനെ V2 എന്നും കൊടുക്കാം, I2 ഓഫ് വൈനെ ഇതിനെ എന്താണ് I2 എന്നും കൊടുക്കാം. അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഈ ഇക്വേഷൻ എടുക്കുക. ഓക്കെ, ഈ മാട്രിക്സിൽ നിന്ന് നമുക്ക് ഈ V2 ഓഫ് എക്സിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഈ ഇക്വേഷനിൽ നിന്ന് ഫ്രം ദിസ് ഇക്വേഷൻ V2 ഓഫ് എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? V1 ഓഫ് ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൈനസ് ഓഫ് I2 ഓഫ് എക്സിന് പകരം എന്ത് കൊടുക്കാം? I1 ഓഫ് വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ
ഈ മാട്രിക്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ മാട്രിക്സിൽ നിന്നാണ് നമുക്ക് അടുത്ത റിസൾട്ടിലേക്ക് എത്തുന്നത്. നമുക്ക് എന്ത് എഴുതാം? മാട്രിക്സ് V1 I1 ഈക്വൽ ടു എന്താണ്? ABCD AX BX CX DX. ഈ V2 ഓഫ് എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? V1 ഓഫ് Y കൊടുക്കാം. ഓക്കെ, ദെൻ മൈനസ് ഓഫ് I2 എക്സിന് പകരം എന്ത് കൊടുക്കാം? I1 ഓഫ് Yയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഈ മാട്രിക്സ് കിട്ടി. ഇതിൽ ഈ മാട്രിക്സിന് പകരം നമുക്ക് ഓൾറെഡി ഇവിടെ ഒരു റിസൾട്ട് ഉണ്ട്, അതും കൂടി വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ടേമിന് പകരം എന്ത് കൊടുക്കണം? ഇതും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ റിസൾട്ട് കിട്ടും. ഓക്കെ, സോ ആ കണ്ടീഷൻസ് അപ്ലൈ ചെയ്തു. കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ റിസൾട്ടിലേക്ക് കിട്ടും. ഓക്കെ, സോ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന മാട്രിക്സിനെ നമ്മൾ ABCD, ആ ടോട്ടൽ നെറ്റ്വർക്കിൻ്റെ ABCD പാരാമീറ്റർ എന്ന് പറയാം. ഓക്കെ, സോ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയാൽ ഒരു മാട്രിക്സിനെ നമ്മൾ എന്ത് എഴുതി? ABCD, ആ എൻ്റയർ നെറ്റ്വർക്കിൻ്റെ എന്താണ്? ABCD പാരാമീറ്റർ ആണ്. സോ നമുക്കിതിൻ്റെ റിസൾട്ട് എന്താണ്? ടോട്ടൽ ഈ രണ്ടും ചേർന്നിട്ടുള്ള നെറ്റ്വർക്കിൻ്റെ ABCD പാരാമീറ്റേഴ്സ് ABCD can be obtained by multiplying the ABCD parameter matrix for the X network X and the ABCD parameter for network Y. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ രണ്ടും ചേർന്നിട്ടുള്ള നെറ്റ്വർക്കിൻ്റെ ABCD പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദ കാസ്കേഡഡ് കണക്ഷൻ. ദാറ്റ് ഈസ് ദ റിസൾട്ട് ഫോർ കാസ്കേഡഡ് കണക്ഷൻ. സോ എക്സ് എന്ന് പറയുന്ന നെറ്റ്വർക്കിൻ്റെ ABCD പാരാമീറ്റർ നമുക്കറിയാം, വൈ എന്ന് പറയുന്ന നെറ്റ്വർക്കിൻ്റെ ABCD പാരാമീറ്റർ നമുക്കറിയാമെങ്കിൽ രണ്ടും ചേർന്നിട്ടുള്ള കാസ്കേഡലി കണക്റ്റഡ് ആണെങ്കിൽ രണ്ടും ചേർന്നിട്ടുള്ള നെറ്റ്വർക്കിൻ്റെ ABCD പാരാമീറ്റർ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ഇതൊക്കെയാണ് നമ്മുടെ ഇൻ്റർ കണക്ഷനിൽ പറയാനുള്ളത്, ഇൻ്റർ കണക്ഷൻ ഓഫ് 2 പോർട്ട് നെറ്റ്വർക്കിൽ പറയാനുള്ളത്. I hope that all of you understood this topic. Okay, thank you.